ഹരിശ്രീ ഗണപതയേ നമഃ. കൈലാസത്തിൽ ഭക്തിപരവശയായ പാർവതി പരമേശ്വരനോട് ശ്രീരാമചന്ദ്രൻ്റെ കഥ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഭക്തിയുള്ളവർക്ക് മാത്രമേ ഈ കഥ പറഞ്ഞു കൊടുക്കാവൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പരമശിവൻ രാമായണത്തിൻ്റെ കഥ ചുരുക്കി പറയുകയാണ്. ആ ഭാഗമാണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത്. പരമശിവൻ പാർവതിയോട് രാമായണ കഥ പറയുന്നു. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സംതത്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കമ്പോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവദ്രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ഛന വത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭ കിരീടാദ്യാദികുണ്ടലമുക്ത ഹാരകേയൂരാംഗത കടക കടിസൂത്രവലയാങ്കുലീയ ഗാദ്യഖില വിഭൂഷണ കലിത കളേബരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ. ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ. സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാദ്യനാനദ്വയ മേഘം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ
വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി. നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാതി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല. നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻപാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. സംസാരമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വദ്ഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തു മമ മനസി പരിതാപം. കാരുണ്യാമൃതനിധേ പെരികേ വളരുന്നു മരണകാലേ തവ തവ തരുണാരുണസമ ചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവാ രമാരമണാധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമപരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാപരാ പത്മാക്ഷ ജയ. വരദനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനിധി സ്തുതി ചെയ്തൊരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്തിനിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടേക്കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹ ഭവനീ വണ്ണമുണർത്തിച്ചു. നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതിക്കാലം നാഥ. പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതേ. മദ്ദത്തവരബലദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കിയത്രയല്ല യോഗീന്ദ്രന്മാരാം മന്ത്രിമാരെയും മുനിമാരെയും ഭക്ഷിക്കുന്നു. യാഗാദി കർമ്മമെല്ലാം മുടക്കിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി
പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധി. സന്തതം നമസ്കാരമതിനു മധുരിപോ ചെന്തളിരടിയിണ ചിന്തിക്കായി വരണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചെയ്താനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തദ്വജസത്യം കർത്തൃമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥനാത്മാരാജന്യേന്ദ്രനായി കശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും സസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയേ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കപിവീരന്മാരായി പിറക്കണം മേദിനി ദേവിക്കധിഭാരത്തെ കൊണ്ടുണ്ടായോരു വേദന തീർപ്പാനെന്നാലെന്നരു ചെയ്തു നാഥൻ. മേദിനി ദേവിക്കധിഭാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പാനെന്നാലെന്നരു